ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള ദുൽഖർ സൽമാന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ കസ്റ്റംസിനോട് ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച മറുപടി ആവശ്യപ്പെട്ടിരുന്നു. ലാൻഡ് റോവർ ഡിഫൻഡർ വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ദുൽഖറിന്റെ ഹർജി. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത ലാൻഡ് റോവർ ഡിഫൻഡർ വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള ദുൽഖർ സൽമാന്റെ ഹർജിയിൽ കസ്റ്റംസ് ഇന്ന് ഹൈക്കോടതിയിൽ മറുപടി നൽകും. താൻ നിയമപരമായി തന്നെയാണ് ഇടപാടുകളെല്ലാം നടത്തിയിരിക്കുന്നതെന്നും ഹാജരാക്കിയ രേഖകളൊന്നും പരിശോധിക്കാതെ തീർത്തും നിയമവിരുദ്ധമായിട്ടായിരുന്നു കസ്റ്റംസിന്റെ നടപടിയെന്നുമാണ് ദുൽഖറിന്റെ വാദം. വാഹനം പിടിച്ചെടുത്ത നടപടി റദ്ദാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. റെഡ് ക്രോസ് ഡൽഹിയിലെത്തിച്ച വാഹനത്തിന്റെ ഇൻവോയിസ്, ബിൽ ഓഫ് എൻട്രി ഉൾപ്പെടെയുള്ള രേഖകൾ തന്റെ പക്കലുണ്ടെന്നും ദുൽഖർ ഹർജിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. നികുതി അടച്ചില്ലെന്ന കസ്റ്റംസിന്റെ വാദം വസ്തുതാവിരുദ്ധമാണെന്നും ഹർജിയിൽ ദുൽഖർ സൽമാൻ വാദമുന്നയിച്ചിരുന്നു. ഓപ്പറേഷൻ നുംഖോറുമായി ബന്ധപ്പെട്ട് സംശയനിഴലിലുള്ള ദുൽഖറിന്റെ 4 വാഹനങ്ങളിൽ 3 എണ്ണം കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിലൊരു ലാൻഡ് റോവർ ഡിഫൻഡർ വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ദുൽഖറിന്റെ ഹർജി. റെയ്ഡിൽ ചലച്ചിത്ര താരങ്ങൾ, വ്യവസായികൾ, കാർ ഷോറൂമുകൾ എന്നിവിടങ്ങളിൽ നിന്നുമായി 36ഓളം കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. 188ഓളം കാറുകൾ സംസ്ഥാനത്ത് വിൽപ്പന നടത്തിയതായാണ് വിവരം. ജനം, കൊച്ചി.